What's up guys, it's me Motomox once again. Welcome to my another video. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പടക്കുതിരുമായിട്ടാണ് കേട്ടോ. അപ്പം ലുക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇതൊരു ഒന്നൊന്നര വണ്ടിയാണ്. ഇത് ഏതാണെന്നല്ലേ Z1000R ആണ്. അപ്പോൾ R എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയും കൂടിയാണ് കേട്ടോ. അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. Z1000R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. കളറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഗ്രേ, ഇത് ലിമിറ്റഡ് എഡിഷനിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബ്രംബോ ബ്രേക്ക്. ഇതിന് ബ്രംബോ ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ നോർമൽ Z1000ന് ടോക്കിക്കോ ബ്രേക്ക് സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ റിയർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ വരുന്നത് ഓലിൻസിൻ്റെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആറിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഒന്നും പറയാനില്ല, ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു പ്രെഡറ്റർ മൂവിയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു ഹെഡ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ചീറ്റയുമായിട്ട് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കുമ്പം എയറോഡൈനാമിക്സും കാര്യങ്ങളൊക്കെ ഈ കവാസാക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഒരു അക്രമ വണ്ടിയാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അപ്പോൾ ഗൈസ് 2018 മോഡൽ വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു വേരിയൻ്റ് ഇല്ല. ഈ ഒരു വണ്ടി ഫുള്ളി റീപ്ലേസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് 2025 മുതൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വണ്ടീനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് Z1100 എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. അപ്പം ബേസിക്കലി കാണാൻ ഒരുപോലെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഹൃദയത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൃദയം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ വേരിയൻറ്റിലേക്ക്. ഇതിൽ വരുന്നത് 1000 cc ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നത് 1100 cc ആണ് കേട്ടോ. അതുപോലെ തന്നെ പവറിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 142 HP ഉള്ള എഞ്ചിനായിരുന്നു ഇത്. പക്ഷേ പുതിയ വേരിയൻറ്റ് വന്നപ്പം ഒരു 8 HP കുറച്ചിട്ടാണ് കേട്ടോ അവർ ഇറക്കിയിട്ടുള്ളത്. 134 HP ആക്കി ചുരുക്കിയിട്ടുണ്ട്. CC കൂടി, പക്ഷേ HP അവർ കുറച്ചിട്ടുണ്ട്. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 111 Nm ടോർക്കിൽ 142 HP ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ പുതിയ വേരിയൻറ്റിൽ അവർ ഏകദേശം ഒരു 8 HP കുറച്ച് 134 HP ആക്കി ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ പുതിയ വേരിയൻറ്റുമായി നമുക്ക് കമ്പയർ ചെയ്യുമ്പം ഇതൊരു റോ വണ്ടിയാണ് എന്ന് നമുക്ക് പറയാൻ കേട്ടോ. ABS മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളി റോ വണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മോഡില്ല, ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഇല്ല, അങ്ങനെ ഒരുപാട് സംഗതികളൊന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ നമുക്ക് റോ വണ്ടി എന്ന് പറയാൻ പറ്റും. കാരണം ABS മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ഫീച്ചേഴ്സുകളൊന്നും ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ഇതിനകത്ത് കാണാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ യുണീക്കായിട്ടുള്ള ട്വിൻ എക്സോസ് സിസ്റ്റം ഫുള്ളി അവർ റീപ്ലേസ് ചെയ്തിട്ട് സിംഗിൾ സൈഡ് എക്സോസ് സിസ്റ്റം ആക്കി മാറ്റിയിട്ടുണ്ടോ. അപ്പോൾ ഈ യുണീക്കായിട്ടുള്ള ഈ ട്വിൻ എക്സോസ്റ്റ് ഈ ഒരു വണ്ടിയിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കാണാൻ കഴിയുക. പക്ഷേ ഇപ്പോൾ വരുന്നത് Z900 അതുപോലെ തന്നെ ഉള്ള ഒരു TFT ഡിസ്പ്ലേയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പം ഇത്രയാണ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. ഇതിൻ്റെ എക്സോസ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു SC പ്രോജക്റ്റിൻ്റെ ഫുള്ളി കാർബൺ ആയിട്ടുള്ള ഒരു എക്സോസിസ്റ്റാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു എന്താ പറയുക, കൂടുതലായിട്ട് ആരെയും വെറുപ്പിക്കാത്തൊരു സൗണ്ടാണ്. നല്ലൊരു ബാസുള്ള ഒരു സൗണ്ടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാറ്റലിക് കൺവേർട്ടർ ഉണ്ട്. കാറ്റലിക് കൺവേർട്ടർ റിമൂവ് ചെയ്തിട്ടില്ല. ഈ ഒരു സ്ലിപ്പ് ഓൺ മാത്രമാണ് റിമൂവ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കേൾക്കാൻ നല്ല സ്വീറ്റായിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. വേറെ ലെവല്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ലുക്കിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പവറിലാണെന്നുണ്ടെങ്കിലും ഇവൻ 1.5 മാസമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, അതായത് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണിക്കണം. അത് ഈ ഒരു വണ്ടിയിലുണ്ട്. Z800 ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ആ ഒരു ലുക്കും അതുപോലെ തന്നെ ആ ഒരു ബൾക്കിനെസ്സും എല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. Z900 കമ്പയർ ചെയ്യുമ്പം ആ ഒരു എക്കണോമിക്സ് ഒന്നും കൂടി ഇതിൽ ഉഷാറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു അപ്രൈറ്റ് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും Z900 കമ്പയർ ചെയ്യുമ്പോഴൊക്കെ
ഇത് ഒന്നും കൂടി ലീനായിട്ട് കുനിഞ്ഞിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഒരു നല്ലൊരു കർവ് റോഡൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് കെടുത്തിപ്പോകാനും നല്ലോണം കഴിയും കേട്ടോ. കവാസാക്കി ആണെന്നുണ്ടെങ്കിലും ഹോണ്ട ആണെന്നുണ്ടെങ്കിലും ജപ്പാനീസ് മേക്ക് ചെയ്യുന്നത് ഒരു നേക്കഡ് ബൈക്കിൽ വരുമ്പോൾ ഫ്ലാറ്റ് ഫൂട്ട് വണ്ടികളാണ് കേട്ടോ മിക്കതും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഹൈറ്റുള്ളവർക്കും ഇത് സുഖമായിട്ട് ഓടിക്കാനും പറ്റും. പിന്നെ പറയാനുള്ളത് റൈഡറിനെ ഒരിക്കലും മടുപ്പിക്കാത്ത രൂപത്തിൽ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു സൗണ്ടോ ഒന്നും തന്നെ ഇതിനകത്തില്ല കേട്ടോ. അത്രയും 1000 cc അനുസരിച്ചുള്ള ഒരു തുല്യ വൈബ്രേഷന് പോലും ഇതിനകത്ത് ഇല്ല. ഈ ഒരു വിഷലുണ്ടല്ലോ, ഈ റൈഡറിന് കാണുന്ന ഈ ഒരു വിഷല് ഈ ഒരു ടാങ്ക് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പം ഒരു ചെറിയൊരു പോർഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വലുതാക്കാമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പുതിയ വേരിയൻറ്റിൽ ഇത് 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ആവുന്ന കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിതുവരെ ആ ഒരു വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള റിവ്യൂ നോക്കുകയാണെങ്കിൽ ടോട്ടലി അടിപൊളിയാണ്. ഇവനൊരു പ്രറ്റർ ലുക്ക് ഉണ്ടെങ്കിലും ആ ഒരു ലുക്കിനനുസരിച്ചുള്ള പെർഫോമൻസും ഇവനക്കുണ്ട് കേട്ടോ. അപ്പോൾ ലുക്ക് മാത്രമല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഇവന് അടിപൊളിയാണ്. മടുപ്പിക്കാത്ത നല്ലൊരു സൗണ്ടും ഫുള്ളി വൈബ്രേഷനും ഇല്ല. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെയാണ് വണ്ടിയുമായിട്ടുള്ള റൈഡറിൻ്റെ ആ ഒരു ലോക്കിങ് എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു ലോക്കിങ് കിട്ടും Z900 പോലെ തന്നെയാണ് ആ ഒരു ലോക്കിങ് വരുന്നത്. പക്ഷേ ഒന്നും കൂടി ലീനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് കംഫർട്ട് തോന്നുന്നുണ്ട്. അപ്പം ഓവറോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡറിനെ ഒരിക്കലും മടുപ്പിക്കാത്ത അല്ലെങ്കിൽ ചടുപ്പിക്കാത്ത രൂപത്തിലാണ് ഇത് പണിതിട്ടുള്ളത് കേട്ടോ.